നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 16/10/2025 128 ബാർ കാറ്റഗറി നമ്പർ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ പറയുന്നതിന് മുമ്പ് അത് പോസ് ചെയ്ത് വെച്ചിട്ട് 10 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്ര മാർക്ക് കിട്ടി, എക്സാം എഴുതിയവർക്കൊക്കെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദി ഫാൻ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഏരിയ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ഇവിടെ റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദി ഫാൻ എന്താണ് പറയുന്നത്? ഫാൻ ഓഫ് ചെയ്യാൻ ഓർക്കണം. ഫാൻ ഓഫ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഫാൻ ഓഫ് ചെയ്യാൻ ഓർക്കണ്ട കേട്ടോ, നമ്മൾ നോർമലായിട്ട് വീഡിയോയിൽ പറയില്ലേ. അപ്പൊ ഫാൻ ഓഫ് ചെയ്യാൻ ഓർക്കണം എന്നാണ് പറയുന്നത് അല്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ റിമെമ്പർ എന്നു പറയുന്നത് എന്താണ്? ഒരു അഭ്യർത്ഥന അല്ലെ, അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ആജ്ഞ അല്ലെ, ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ആജ്ഞ ആയിട്ടാണ് ഇവിടെ റിമെമ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് വരിക? ഒന്നില്ലെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നാണ് വരിക. വിൽ യു എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് തന്നെ വോണ്ട് യു ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി choose the correct preposition. Preposition ഇത് പെട്ടെന്ന് കിട്ടും അല്ലേ, നമുക്കറിയാം അല്ലേ. നമ്മൾ ഓഗസ്റ്റ് 15 ഒക്കെ പറയുന്ന സമയത്ത് അതിന്റെ മുന്നേ എപ്പോഴും എന്താണ് ചേർക്കുക? choose the correct preposition. We celebrate Independence Day dash 15 August. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ at 15 August by എന്നോ in 15 August പറയാണ്ടില്ല, on അല്ലേ, on 15th August അങ്ങനെയല്ലേ നമ്മൾ പറയാ. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? ഓൺ ആണ് അല്ലേ. അതായത് ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെ, ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും എപ്പോ? ഓഗസ്റ്റ് 15. അതൊരു നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയാണ് അല്ലേ. അപ്പൊ അതിനെ അങ്ങനെ, അപ്പൊ പ്രിപ്പോസിഷൻ അല്ലേ. അപ്പൊ എങ്ങനെ? ഓൺ മൺഡേ എന്ന് പറയും അല്ലേ, ഓൺ മൺഡേ, ഓൺ 15th August അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെൽ വേർഡ് അതാ, തെറ്റില്ലാത്ത അക്ഷരങ്ങൾ എഴുതിയത്. ഉത്തരം ഏതാണ് വരിക? ഡി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പെരിനിയൽ, അതായത് PERENNIEL, അതായത് സ്ഥിരമായത് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. സ്ഥിരമായത് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുക എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. Next one, Mrs. Kamala said to Raju, place the dishes on the table. Choose the most appropriate indirect speech. Mrs. Kamala said to Raju അല്ലേ, എന്താണ് അല്ലേ, പറയാണ്, രാജുവിനോട് ചോദിക്കുകയാണ് അല്ലെ, ഒരു നിർദ്ദേശവാക്യമാണ്, അതായത് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഇവിടെ എന്താ? പ്ലേസ് ദി ഡിഷസ് ഓൺ ദി ടേബിൾ. ഇവിടുത്തെ ഒരു സെന്റൻസ് എന്താണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ഈ സെഡ് ടു മാറിയിട്ട് എന്ത് വേണം? ആസ്ക്ഡ് അല്ലെ, ആസ്ക്ഡ് അല്ലെങ്കിൽ ടോൾഡ് അല്ലെ എന്നായത് ആ രൂപത്തിലേക്ക് വരണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? ഇവിടെ ആൻസർ ഏതാ വരിക? മിസ്സിസ് കമല ആസ്ക്ഡ് രാജു to place the dishes on the table. അപ്പൊ 2 വരുന്ന ഓപ്ഷൻ എവിടെ ഏതാ? ഇതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഇവിടെ സെഡ് ടു എന്ന് വന്നതും ഇവിടെ ഇംപറേറ്റീവ് സെന്റൻസ് ആകയാലും എന്ത് വേണം? സെഡ് ടുന് പകരം ആസ്ക്ഡ് അല്ലെങ്കിൽ ടോൾഡ് പ്ലസ് എന്തായിരിക്കണം? ടു പ്ലസ് വെർബ് ഫോം ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മിസ്സിസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദി ടേബിൾ. ആൻസർ എ ആണ് കേട്ടോ. അടുത്തത്, give the correct verb form. 700 rupees dash too much for this saree. ഇവിടെ റുപ്പീസ് എന്ന് കാണുമ്പോൾ പ്ലൂറൽ ഫോം ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കും അല്ലെ, ബഹുവചന രൂപമായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഇവിടെ രൂപയെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ മൂല്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റ അളവായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 700 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇവിടെ റുപ്പീസ് എന്നുള്ളത് പ്ലൂറൽ ഫോം ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യണം. 700 rupees is too much for this saree. Choose the best antonym for thrifty. Thrifted antonym, thrifty പറഞ്ഞാൽ മിതമായിട്ട് ചിലവഴിക്കുന്നതിനെയാണ്
മിതമായിട്ട് എന്ത് ചെയ്യുക, ചിലവാക്കുക. നമ്മളൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു പൈസ ചെലവാക്കുന്ന സമയത്ത് മിതമായിട്ട് ചെലവഴിക്കും അല്ലേ? അപ്പൊ ത്രിഫ്റ്റി എന്താ, മിതമായി ചിലവഴിക്കുക. അപ്പൊ എക്സ്ട്രാവഗന്റ് എന്തായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ, വ്യർത്ഥമായിട്ട് അല്ലെ, ഒരുപാട് പൈസ ചെലവാക്കുന്നതിനെയാണ് എക്സ്ട്രാവഗന്റ് എന്ന് പറയുന്നത്. The meaning of the word alma mater. Alma mater പറയൂ. alma mater എന്താണ് അതിന്റെ meaning of the word? The university or school or college that one formerly attended അല്ലേ? alma mater ഒരാൾ പഠിച്ചിരിക്കുന്ന സ്ഥാപനത്തെയാണ് alma mater എന്ന് പറയുന്നത് കേട്ടോ. ഒരാൾ പഠിച്ചിരുന്ന സ്ഥാപനത്തെയാണ് alma mater എന്ന് പറയുന്നത്. അപ്പൊ the university അല്ലെങ്കിൽ school or college that one formerly attended. അടുത്തത് I can't dash my roommates missings ല്ലേ, messiness ല്ലേ, sorry, messiness ല്ലേ. അപ്പൊ fill in the blank using the correct phrasal verb. I can't എന്ത് വരും ഇവിടെ? I can't dash my roommates messiness. ഇവിടെ phrasal verb എന്താണ്? സഹിക്കുക, പൊറുക്കുക അല്ലേ? I can't ല്ലേ, സഹിക്കുക, പൊറുക്കുക എന്ന അർത്ഥത്തിൽ put up with എന്ന phrasal verb ആണ് കേട്ടോ. put up with, tolerate, ഉപേക്ഷിക്കുക അല്ലേ എന്ന അർത്ഥത്തിൽ, സഹിക്കുക, പൊറുക്കുക എന്ന അർത്ഥത്തിലൊക്കെ put up with ആണ് കേട്ടോ. I can't put up with my roommates messiness. ഓക്കെ ആണോ? ഞാൻ എന്റേതായിട്ടുള്ള ഒരു അറിവിലാണ് ഈ ആൻസർ കീ എടുത്തിരിക്കുന്നത്. പ്രൊവിഷൻ കീ വെച്ച് വന്നിട്ടില്ല. പ്രൊവിഷൻ കീയുടെ പ്രകാരം അല്ല കേട്ടോ, ഞാൻ എനിക്ക് അറിയാവുന്ന ആൻസറാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ. തെറ്റ് മനുഷ്യനല്ലേ, പറ്റും. She was mending socks. Choose the correct passive form. Passive form ആക്കിക്കേ. She was mending socks. ഇവിടെ mending ആണ്, ing form ആണ്. ing form വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? being എന്ന ഫോം വരണം. അപ്പൊ ഇവിടെ being എന്ന ഫോം ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ആൻസർ ഈസ് C ആണ് അല്ലേ? socks were being mended by her അല്ലേ? ഇവിടെ being എന്താ, mending ing ഫോം വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിലെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ being എന്ന ഫോമിലേക്ക് മാറ്റണം. socks were being mended by her. The meaning of the idiom at 6 and 7 is ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇന്ന് സത്യം പറയാലോ, ഇന്ന് ഈ 10 മാർക്കും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. 100% നമ്മുടെ 2024 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചു തന്നിട്ടുണ്ട്. വിത്ത് എക്സ്പ്ലനേഷൻ അടക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. 2025 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെ പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് പിന്നെ അതേപോലെ ടോപ്പിക് വൈസ് ആയിട്ട് സിനോണിയം ഫുൾ സിനോണിയം 2021-25 ഫുൾ സിനോണിയം തന്നിട്ടുണ്ട്, ആന്റോണിയം തന്നിട്ടുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ എക്സെട്ര കുറെ ടോപ്പിക്കുകൾ 2021 മുതൽ 25 വരെയുള്ള മുഴുവൻ ടോപ്പിക്കുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ച് കൂടെ വന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിൽ 10 മാർക്ക് സുഖമായിട്ട് വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, അപ്പൊ after 6 and 7 എന്താ മീനിങ് ഇഡിയം? എന്താണ്? in a state of confusion ല്ലേ, confusion, in a state of confusion. ഓക്കെ ആണോ? അവിചാരിതമായ അല്ലെങ്കിൽ അക്രമാവസ്ഥ എന്ന അർത്ഥം നൽകുന്ന ഇഡിയമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അക്രമാവസ്ഥ, അവിചാരിതമായ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.